ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുമ്പളങ്ങ കൊണ്ട് ഒരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഞൊടിയിടയിൽ എന്ന് പറയുന്ന പോലെ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. വളരെ ഈസിയാണ്. ഈ അരിഞ്ഞെടുക്കുന്ന സമയവും മാത്രമാണ് ഇതിൽ പെടാത്തുള്ളൂ. ബാക്കി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കഷ്ണങ്ങൾ അരിയുന്ന സമയം കൂട്ടാതെയാണ് ഞാൻ ഈ 2 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കത് ഇത്രയും കുമ്പളങ്ങ തൊണ്ട് ചെത്തി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം കളഞ്ഞ് കുരുവെല്ലാം കളഞ്ഞിട്ട് നമുക്കൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ തൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ മുറിച്ച് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ കുമ്പളങ്ങ വളരെ നല്ലതാണല്ലോ, വയറിനാണെങ്കിലും പിന്നെ ദഹനത്തിനും അതുപോലെ എല്ലാത്തിനും ഉദരസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും കുമ്പളങ്ങ ഒരു നല്ല ഔഷധമാണ്. അപ്പോൾ ഇത് നമ്മൾ പല രീതിയിൽ വെക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കാണിക്കുന്ന റെസിപ്പി പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതാ കുമ്പളങ്ങ തൊണ്ട് കളഞ്ഞ് നമ്മളതിൻ്റെ ഉള്ളിലെ ചോറെല്ലാം കളഞ്ഞ് ഇനി ഞാനതൊന്ന് കഴുകിയെടുത്തിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം. ഏകദേശം നമ്മൾ വെള്ളക്കറിക്കൊക്കെ അരിയാറില്ലേ, ഓലന്, അതുപോലെ അരിഞ്ഞെടുക്കാം. ഒരുപാട് മൂത്ത കുമ്പളങ്ങ വേണ്ട കേട്ടോ. മൂപ്പ് എളുപ്പമുള്ള കുമ്പളങ്ങയാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് ചാറുകറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതിന് സമയമില്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ആ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ 2 ചുവന്നുള്ളി ചേർക്കുകയാണ്. അപ്പോൾ ചുവന്നുള്ളി ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിടാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളകും 2 പൊളിച്ചിട്ട് 1-2 മുറിച്ചിടാം. അത്രയും എരിവിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 2 തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ അത് അരിഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് ഞാൻ പറഞ്ഞ 2 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇത്രയും കടുക്, പിന്നെ ഇത്രയും ഉലുവ ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുന്ന സമയം നമുക്ക് അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം ചേർത്തു. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ഈ കുമ്പളങ്ങ അധികം വേവണ്ട, ഒരു 3/4 വേവായി കഴിഞ്ഞാൽ നമ്മുടെ ഈ റെസിപ്പിക്ക് പാകമായി. ഇനി ഈ സമയത്ത് ഇതിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഉപ്പ് ചേർത്ത് മൂടി വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ വെള്ളം നല്ലപോലെ കുമ്പളങ്ങയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ വേവായിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പ്രക്രിയ ഈ 1.25 മിനിറ്റിൽ താഴെ വരുന്നുള്ളൂ. അപ്പോൾ കുമ്പളങ്ങ വേവ് പാകമായിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഇത്രയും തൈരാണ്. തൈര് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. തീ ഒന്ന് കൂട്ടിയിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ചേർക്കുന്നത് അല്പം കായം പൊടിയാണ്. ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ആ കായം പൊടി ആ കറിയിലേക്ക് പിടിക്കാൻ, അതിൻ്റെ ഗന്ധം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ മോര് കുമ്പളങ്ങ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വരാം. താങ്ക്